സൂറത്തു തൗബയിലെ 79-ാമത്തെ ആയത്ത്. അതിൻ്റെ കണ്ടൻറ്റിൽ യഥാർത്ഥത്തിലുള്ളത് ചില മനുഷ്യന്മാരുണ്ട്, അവരുടെ നാവിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല, ഒരാളെയും അവർ വെറുതെ വിടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത് വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിലേക്ക് കുറേ ഫക്കീറുകൾ വന്നു. മദീന പള്ളിയിൽ ധാരാളം ഫക്കീറുകൾ ഒരു വഫ്ദായി വന്നതാണ്. പക്ഷെ അവരുടെ കോലവും രൂപവും ഒക്കെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നി ദരിദ്രന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയിട്ട് സദഖ ചെയ്യാൻ ആഹ്വാനം ചെയ്തു. അപ്പോൾ പണമുള്ള സഹാബികൾ ധാരാളം പണവുമായി വന്നു. നമുക്കറിയാം സഹാബികൾ അങ്ങനെയാണ്, സമ്പത്തിൻ്റെ പകുതി വരെ കൊണ്ടുവരുന്നവരും മുഴുവൻ കൊണ്ടുവരുന്നവരുമൊക്കെ ഉണ്ട്. വേറെ ചില ആളുകളുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ വീട്ടിലുണ്ടായിരുന്ന 1-2 ഈത്തപ്പഴവുമായി അവരും വന്നു, അല്ലെങ്കിൽ കുറഞ്ഞ വിഭവമായി അവരും വന്നു. അപ്പോൾ ഈ മുനാഫിക്കുകൾ എന്താ ചെയ്യുന്നത്? അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത്. ധാരാളം പണം കൊണ്ടുവന്നവരെക്കുറിച്ച് പറഞ്ഞു, ഇവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യാം. ഇതൊക്കെ റിയ. എന്തിനാ അത്ര അധികം പൈസ കൊടുക്കേണ്ട ആവശ്യം? ഇത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യം. ഇതൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടി, പൊങ്ങച്ചത്തിന് വേണ്ടിയാണ് ഇത്രയും പൈസ കൊണ്ടുവന്നത്, ഇത്രയും ദീനാറും ദിർഹവും കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് കൂടുതൽ കൊണ്ടുവന്നവനെ അങ്ങനെ കളിയാക്കുക. വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും. എന്നാൽ കുറച്ചു കൊണ്ടുവന്നപ്പോഴോ അപ്പോൾ പറയുന്നത്, അള്ളാഹുവിന് എന്തിനാണ് ഇവൻ്റെ ഈ 2 ഈത്തപ്പഴം? അള്ളാഹു അതിനേക്കാളൊക്കെ ധന്യനാണ്. ഇവൻ്റെ ഈ ചെറിയ സദഖ 1 ദിർഹം 10 ദിർഹം, ആളുകളൊക്കെ വലുത് കൊടുക്കുമ്പോൾ 10 ദിർഹവുമായി 5 ദിർഹവുമായി വന്നിരിക്കുന്നു. നോക്കൂ, കുറച്ച് കൊണ്ടുവന്നവനെയും വിടുന്നില്ല, കുറേ കൊണ്ടുവന്നവരെയും വിടുന്നില്ല. എല്ലാറ്റിലും കുറ്റം കണ്ടെത്തുന്നു, എല്ലാവരെയും കുറ്റം പറയാൻ കാരണങ്ങൾ കണ്ടെത്തുന്നു. എന്നിട്ട് അവരെ പരിഹസിക്കുക. ഫയസ്ഖറൂന മിൻഹും. അവർ അവരെ പരിഹസിക്കുന്നു. സഖിറല്ലാഹു മിൻഹും. അള്ളാഹു അവരെ പരിഹസിക്കുന്നതാണ്. എന്താണ് അങ്ങനെ പ്രയോഗിച്ചത്? ഉലമാക്കൾ പറഞ്ഞു, പരിഹസിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫാത്തിൽപ്പെട്ടതല്ല. പിന്നെ എന്തിനാണ് അങ്ങനത്തെ പ്രയോഗങ്ങൾ? ആ പ്രയോഗങ്ങൾ ഒരു തിന്മയുടെ ശിക്ഷയ്ക്ക് ആ തെറ്റിൻ്റെ പേര് പറയുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു ശൈലിയാണ്. വഹുവ ഖാദിഉഹും. അവർ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കുന്നു, വിശ്വാസികളെ വഞ്ചിക്കുന്നു. എന്നാൽ വഹുവ ഖാദിഉഹും, അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. അതിൻ്റെ അർത്ഥം അള്ളാഹു വഞ്ചിക്കുന്നതാണോ? അല്ല. പിന്നെയോ അവരുടെ ആ വഞ്ചനക്കനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് പരലോകത്ത് ലഭിക്കുമ്പോൾ ആ ശിക്ഷയെ അവർ ചെയ്ത തിന്മയുടെ പേര് കൊണ്ട് വിളിക്കുകയാണ്. എന്നതുപോലെ വിശ്വാസികളെ എന്തുണ്ടെങ്കിലും കളിയാക്കുക. നല്ലത് ചെയ്താലും കളിയാക്കും, അല്ലെങ്കിലും കളിയാക്കും. കൂടുതൽ ചെയ്താലും കളിയാക്കും, കുറച്ച് ചെയ്താലും കളിയാക്കും. ഓരോന്നിനും അവരുടെ അടുത്തൊരു ന്യായം ഉണ്ടാകും. കൂടുതൽ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്, കുറച്ച് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഇതെന്തിനാണ് ഇത്രയും ചെറുത്, ഇതാർക്ക് വേണം? നോക്കൂ, ഫയസ്ഖറൂന മിൻഹും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവരെ പരിഹസിക്കുന്ന ആ ആളുകൾ, വിശ്വാസികളെ വെറുതെ വിടാത്ത ആളുകൾ, നാവ് കൊണ്ട് എല്ലാവരെയും കൈകാര്യം ചെയ്യുന്ന ആളുകൾ, സഖിറല്ലാഹു മിൻഹും. ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരെ പരിഹാസപാത്രമാക്കും. ജനങ്ങൾക്കിടയിൽ അവർ പരിഹസിക്കപ്പെടും, നരകത്തിൽ അവർ പരിഹസിക്കപ്പെടും. വലഹും അദാബുൻ അലീം. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകുന്ന. അതുകൊണ്ട് നാവിനടക്കുക. 2 പോയിൻ്റാണ് ഉലമാക്കൾ പറഞ്ഞത്. ഒരാളുടെയും ആത്മാർത്ഥത അളക്കരുത്. അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. മുനാഫിക്കുകളുടെ സ്വഭാവമാണ് മറ്റൊരാളുടെ ഈമാൻ, മറ്റൊരാളുടെ ഇഖ്ലാസ്. അയാൾ റിയായിന് വേണ്ടി ചെയ്യുകയാണോ അല്ലേ, ആളുകളെ കാണിക്കാൻ വേണ്ടിയാണോ അല്ലേ, ഇതൊന്നും പരിശോധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. ഹൃദയത്തിലുള്ളത് അറിയുന്നത് റബ്ബിന് മാത്രമാണ്. മറിച്ച് ഉലമാക്കൾ പറഞ്ഞത്, നിങ്ങൾ ഒരാളിൽ നന്മ കണ്ടാൽ അതെത്ര വലുതാണെങ്കിലും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു അതിൽ ബറക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. റബ്ബേ എനിക്കും ഇതുപോലെ ആവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുക. അതാണ് പോസിറ്റീവായിട്ടാണ് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാതെ അവരെ കളിയാക്കുകയല്ല. അതുപോലെ ആവാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒരിക്കലും മറ്റൊരാളെ താഴ്ത്തി കാണരുത്. അതേപോലെ തന്നെ ചെറുത് മാത്രം ചെയ്യുന്ന ആളുകളുണ്ടാവും, അതും ഹൈർ തന്നെയല്ലേ. മിസ്കാൽ ദർറത്ത് ഹൈറാണെങ്കിലും അങ്ങനെ ചെയ്യുന്നവരെയും പരിഹസിക്കാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അവരുടെ ആ ഹൈറിനെ അള്ളാഹു സ്വീകരിക്കും. ചിലപ്പോൾ ആ ഒരൊറ്റ ഹൈറ് കൊണ്ട് മാത്രം അവർ സ്വർഗത്ത് പോവുകയും ചെയ്യും. നമുക്ക് പരിഹസിക്കാൻ എന്താണ് അവകാശം? അതുകൊണ്ട് കുറച്ചുള്ളവരെയും പരിഹസിക്കരുത്, കൂടുതൽ ചെയ്യുന്നവരെയും പരിഹസിക്കരുത്. അതേപോലെ നാമും പഠിക്കേണ്ടത് എന്താണ്? കൂടുതൽ സാധിക്കുന്നവർ കൂടുതൽ ചെയ്യണം. ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ, ആളുകൾ എന്ത് വിചാരിക്കുന്നു കരുതിയിട്ട് പിറകോട്ട് നിൽക്കരുത്, ചെയ്യുക. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ
യറ. മിസ്കാല് ദർറത്ത് ഖൈറാണെങ്കിലും അതിൻ്റെ ഫലം റബ്ബ് നൽകും, ജനങ്ങളല്ല, അള്ളാഹ് നൽകും. റബ്ബിന് വേണ്ടി ചെയ്യുക, പരിഹസിക്കുന്ന ആളുകളെ പരിഗണിക്കേണ്ടതില്ല. ആ ഒരു വലിയ പാഠം കൂടി സൂറത്തു തൗബയിലെ 79-ാമത്തെ ആയത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്.